ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കിവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അടുക്കള വിശേഷങ്ങൾ അവിടെ തന്നെ ഞാൻ എല്ലാം പറയുന്നുണ്ട് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ വേറെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമ്മൾ പാചകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നലെ നമ്മളെ പാമ്പിൻ്റെ വിശേഷങ്ങളല്ലേ കേട്ടത്, അല്ലേ അതല്ലേ കണ്ടത് പൊന്നേ. എൻ്റെ ഒരു കൂട്ടുകാരത്തി പറയുവാന്നേ, എടി നിൻ്റെ ഇവിടെ അല്ലേ വന്നുള്ളൂ, പാമ്പല്ല ഇപ്പോൾ 2 നിലയുടെ മേളിലാണ്. എന്നെ പീഡിപ്പിക്കാനാണോ എന്തോ എനിക്കറിയത്തില്ല. അവരുടെ വീടിൻ്റെ അടുത്തെങ്ങാണ്ട് ഒരു വീട്ടിലെ 2 നിലയുടെ മേളിൽ പാമ്പ് കയറിയെന്ന്. അവിടുത്തെ കൊച്ചു പയ്യനാണെങ്കിൽ താഴത്തെ നിലയിൽ നിന്ന് മേളോട്ട് കയറിപ്പോയതാണ്. സ്റ്റെപ്പിൻ്റെ അവിടെ കിടക്കുന്നത്. അവൻ 2 നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയതാണ്. അവൻ ആദ്യം താഴെ മേളോട്ട് കയറി ഇഴഞ്ഞഴഞ്ഞ്, പിന്നെ അവന് താഴെ വരണമെന്ന് തോന്നിയപ്പോൾ സ്റ്റെപ്പ് വഴി, എനിക്ക് വയ്യ ഇപ്പോഴത്തെ പാമ്പിൻ്റെ കാര്യം നോക്കിക്കാണേ, സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങുന്നത്. അവൾ അന്നേരമാണെന്ന് അവിടുത്തെ വീട്ടിലെ കൊച്ചു പയ്യെ മേളോട്ട് കയറി വന്നത്. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ജീവനോടുണ്ടോ? ഞാനാണെങ്കിൽ എപ്പോഴേ മരിച്ചേനെ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വലിയ പേടിയാട്ടോ. ഇന്ന് ഞാൻ ഗ്രില്ലൊക്കെ അങ്ങ് എപ്പോഴും അടച്ചിടുക. എനിക്ക് പേടിയാണ് അത്രയ്ക്ക് കേട്ടോ. എല്ലാവരും ഇപ്പം നല്ല ഉണക്കൊക്കെ എല്ലി ഇവന്മാരെല്ലാം മാളത്തിൽ നിന്ന് ഇറങ്ങും കേട്ടോ. മണ്ണെണ്ണ ഒരു തുള്ളി പോലും നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നില്ല. എവിടെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലെ മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എനിക്കും കൂടെ തരണേ പ്ലീസ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. കടയിൽ കടുവറക്കാൻ പോലും മണ്ണെണ്ണ കിട്ടുന്നില്ല. പിന്നെ ചേരെ ഓടിക്കാൻ ഞാൻ പിന്നെ ഡീസലോ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ. അതൊക്കെ വാങ്ങിക്കാൻ ഞാൻ പെട്രോൾ പമ്പിൽ പോകണം. എന്തായാലും വെളുത്തുള്ളിയുടെ ഇതൊക്കെ, പിന്നെ അതിലെ സ്നേക്ക് പ്ലാന്റൊക്കെ നട്ടാൽ ചേരയും പാമ്പും ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. ഇന്നലെ അവന് എഴുതില്ലാന്ന് ഓടിപ്പോയത്. ആ സ്നേക്ക് പ്ലാന്റിൻ്റെ മേളിൽ കൂടെ അവൻ പോയത്. ചുമ്മാ ഞാൻ അന്നേരം ഇന്ന് വിചാരിച്ചേ, അവിടെ നമ്മുടെ അടുക്കളയുടെ വാതിൽക്ക് 2 സ്നേക്ക് പ്ലാന്റൊക്കെ കൊണ്ട് നട്ടാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എനിക്കൊരു സംശയം, അവൻ ഇന്നലെ അത് വഴിയാണല്ലോ, അതിൻ്റെ മേളിക്കിടാണല്ലോ പോയത്. പിന്നെ എന്തിനും ഞാൻ ഇനി അവിടെ കൊണ്ടുപോയിക്കുന്നത്. പക്ഷേ ആ സ്നേക്ക് പ്ലാന്റിൻ്റെ ഇല തന്നെ നോക്കിയല്ലോ, പാമ്പിൻ്റെ ഇലയുടെ കൂട്ടിരിക്കുമല്ലോ. എനിക്ക് വയ്യ. ഞാനിനി ചേരയും പാമ്പിൻ്റെയും കാര്യമൊന്നും പറയുന്നില്ല. എനിക്കൊന്നാതെ എൻ്റെ പാതി ജീവൻ ഇന്നലെ പോയതാണ് ഞങ്ങളുടെ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ എല്ലാം അടച്ച് ഫിറ്റാക്കി. ഇനിയും ആ ഡോറ് വഴിയോ പകുതി ഡോറിൻ്റെ പകുതി അടച്ചതാണ്. പിന്നെ മേളില്ല ഗ്രില്ല് നെറ്റ് വലിയ കണ്ണമുള്ള ഇത്, അതിലെങ്ങനെ കയറി വരുമെന്തോ എനിക്കറിയത്തില്ല. എനിക്കങ്ങ് പേടിയാ പിള്ളേരെ, പേടി. നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളാണ്. വീഡിയോ ഒക്കെ കാണാൻ പോകട്ടെ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ്. ഹലോ, ഇതാരായി പോകുന്നത്? നമുക്ക് വീഡിയോ കാണാൻ പോകാം കേട്ടോ. ഇന്നലത്തെ പേടിയൊക്കെ ഉള്ളിൽ ഒതുക്കി നമ്മൾ നീണ്ട അടുക്കളയിൽ കയറിയതേ. അതിൻ്റെ കീഴത്തായിരുന്നു ഇന്നലെ നമ്മുടെ ചേരക്കുഞ്ഞ് കയറിയിരുന്നേ കേട്ടോ. എൻ്റെ ദൈവമേ, ഒന്നും പറയേണ്ടത്. പാമ്പായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഞങ്ങളുടെ പേടി ഇതുവരെ മാറിയില്ല കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ. അങ്ങനെ നമ്മുടെ ഒരു ചേരക്കുഞ്ഞ് പേടിപ്പിച്ചു. പക്ഷേ അത് ഇരിക്കുന്നത് കണ്ടാലുണ്ടല്ലോ പാമ്പാണെന്നേ പറയുമ്പോൾ. ഇങ്ങനെ ചേരയൊന്നും അങ്ങനെ ഇങ്ങനെ ചുരുണ്ട് കൂടിയൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇതിങ്ങനെ ചുരുണ്ട് കൂടി അതിൻ്റെ കീഴത്തെ മൂലയിൽ ഇരുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ വീണ്ടും ആ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നോക്കാം കേട്ടോ. അത്രയ്ക്ക് പേടിച്ചെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പേടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ കാണോ എവിടെയെങ്കിലും ഒരു പല്ലി പോയാൽ ഞാൻ ഇവിടെ കിടന്ന് നില വിളിക്കും. ഒക്കെ ഭയങ്കര പേടിയായി. രാത്രിയിലാണെങ്കിലും പറയുമായിരുന്നു, എൻ്റെ അമ്മേ ഞാനിന്ന് ചത്തേനെ, പാമ്പായിരുന്നെങ്കിൽ എന്നെ കൊത്തിയേനെ. ഇല്ലല്ലോ അവിടെ കിടന്നേത്. പക്ഷെ അവൻ എപ്പോഴാണോ ഇവിടെ കയറി വന്നത് അവിടെ കിടന്നേത്, താഴെ കിടന്നേത്. ഇവള് വിളിച്ചു പോയിക്കൊണ്ട് ഞങ്ങളെ വിളിക്കാൻ വന്ന തക്കത്തിന് അവൻ ഓടി വന്ന് ഇതിൻ്റെ കീഴത്ത് കയറിയത്. അവൻ വിചാരിച്ച് നമ്മൾ കണ്ടുപിടിക്കത്തില്ലെന്ന്. വേറെ ഗ്യാപ്പുകളൊന്നും ഇല്ല കേട്ടോ അതിനകത്ത് ഇരിക്കാൻ. ഇവിടെ ഇരിക്കാൻ ആ നമ്മുടെ കുറ്റി വെച്ചേക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അത്രയും ഭാഗത്ത് വേണം, ബാക്കിയെല്ലാം അടവല്ലേ. അവൻ വിചാരിച്ചോ എനിക്ക് രക്ഷപ്പെടാം.
എന്നാലും എങ്ങനെ കയറി വന്നു അതാ ഈ ആളനക്കൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കയറി വരും. പക്ഷെ ഇന്നലെ രാവിലെ ഒന്നും നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ. ഉച്ചയായപ്പോഴൊക്കെ അല്ലേ നമ്മൾ വന്നുള്ളൂ. അപ്പോഴും അനക്കും ആവിയൊന്നും വിചാരിച്ചു ഇച്ചിരി തണുപ്പത്തൊക്കെ ഇരുന്നിട്ട് എനിക്കങ്ങ് പോകാമല്ലോ കേട്ടോ. അതാണ് പറ്റിയത്. അപ്പോഴേ നമുക്ക് ഇന്ന് ചീരത്തോരനൊക്കെയാണ്. ചീരത്തോരൻ, മോര് കറി, പിന്നെ ചൂര കട്ട് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വേഗം ഒന്ന് കഴുകിയിട്ടാൽ മതിയല്ലോ. ചീരയില ഇനിയും ഉണ്ട് അരിയാൻ. അങ്ങനെ രാത്രിയായിട്ടും ഇന്നായിട്ടും ദേഹം വിറയില് മാറിയില്ലേ. ഞാനാണെങ്കിൽ പിന്നെ ഇവിടെ കയറത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇത്ര ധൈര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് നിൽക്കും പറഞ്ഞു. അമ്മയായിരുന്നെങ്കിലേ അമ്മ പിന്നെ ഈ അടുക്കള കയറത്തില്ലായിരുന്നു. ഞാനെല്ലയോ കണ്ടത്. കുഞ്ഞത് നമ്മളെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാ അല്ലയോ മോനെ, നമ്മളെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാ. അരപ്പും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മനസ്സിനകത്ത് കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇല്ല ചിന്തയാണ് നമുക്ക് കേട്ടോ. ഞാനേ നമ്മുടെ അപ്പുറത്തെ അടുക്കളയുടെ മേളിൽ കയറി ഇതേപോലുള്ള സ്ലാവിനകത്ത് കയറി നിന്ന് കേട്ടോ. അത്രയ്ക്ക് ധൈര്യശാലി ഞാന്. യാത്ര ഉറങ്ങാൻ കടന്നപ്പോഴും ഇത് തന്നെ ചിന്ത കേട്ടോ. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ആരായാലും പേടിക്കും. എത്ര ഭയങ്കര ധൈര്യമുള്ളവരാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ആരായാലും പേടിക്കത്തില്ലേ? പേടിക്കും. നിങ്ങളാണെങ്കിൽ പേടിക്കത്തില്ലേ? പേടിക്കും അല്ലേ? മോരൊക്കെ ഉടച്ച് വെച്ചേക്ക് നമ്മളെ ചിത്തി കൊണ്ടുവന്ന് മോര് ഇനി ഇരിക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ, വലിയ കുപ്പി. അത് നമുക്ക് കറി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മീനും കൂടെ വറക്കുകയൊന്നും ചെയ്യുന്നില്ല, കറി വെക്കാം. ഞങ്ങൾ ഒരു 2 ആഴ്ചയായതൊന്നും ഇവിടെ മീനൊക്കെ വാങ്ങിച്ചിട്ട്, മീൻ കഴിച്ചിട്ടും വാങ്ങിച്ചിട്ടും. അല്ലാത്ത ദിവസം ഒരു ദിവസം നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പറയുന്നു, മീൻ കിട്ടിയില്ലേന്ന്, മീൻ കിട്ടിയില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കണമെന്നോ ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടപ്പിൻ്റെ തൊപ്പി പോയെന്ന്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഇതേ അങ്ങോട്ട് സ്ക്രൂ മുറുകുന്നില്ല, അങ്ങ് ഊരി വരുക. പക്ഷെ നല്ലതായിരുന്നു. എനിക്ക് ഇതുപോലുള്ള അടപ്പ് ഒരു 3 4 ഉണ്ട്. പക്ഷെ നല്ലതാട്ടോ നമുക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാൻ. പോവും കേട്ടോ, അതങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് മുറുകുന്നില്ല. ഞാൻ ഒത്തിരി നോക്കിയാണ്. ഇനി എന്തോ ചെയ്യും, ഫെബിക്വിക്കും എല്ലാം വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇരിക്കും എന്തോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൈയൊന്നും പൊള്ളത്തിൽ ഇങ്ങനെ അങ്ങ് അടച്ച് വെച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് മോരും എടുത്ത് വേണ്ട മീൻ കാണുന്നില്ല, സ്റ്റാൻഡ് ഇച്ചിരി കാണിരിക്കുവാണോ നമ്മുടേത്, ഒരു സംശയം ഇല്ലാതില്ല. ഞാനിപ്പം കിടന്ന് കുനിയേണ്ടി വരും. ഒന്നാമേ നീളമില്ല, ഞാനിപ്പം കുനിയേണ്ടി വരുവാ. വെള്ളച്ചൂര കേട്ടോ. അപ്പോഴേ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തോണ്ട് വേണട്ടെ കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ ചീര റെഡിയാവും, കാലമാവും. പണ്ടുള്ള അമ്മമാരെ പറയല്ലേ, 3 കാലം ആയോ എന്നൊക്കെ ഉച്ചയ്ക്ക് ചോദിക്കുമല്ലോ, അതുപോലെ നമ്മുടെ ചീര കാലമാവും കേട്ടോ. കഴിക്കൊണ്ട് വരട്ടെ കേട്ടോ. ഞാൻ മീന് ഓർമ്മയൊന്നുമില്ല. ചീരത്തോരൻ ഞാൻ കടുക് ഇട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കടുക് പാത്രം ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഇട്ടോ എന്തോ ഒരു സംശയം. ഇട്ടെങ്കിൽ ഇട്ട്. പിന്നെ എത്ര പേര് കടുകില്ലാതെ കടുക് പറഞ്ഞു. എനിക്കൊരു ഓർമ്മക്കേട് കേട്ടോ, ഒരു ഓർമ്മക്കേട് പോലെ. ഞാൻ ഇട്ടോ എന്തോ സാരമില്ല. ഇനി നമ്മൾ കടുക് മുളകൊക്കെ പൊട്ടിച്ചില്ല. നിങ്ങളാരും പറയല്ലേ ഞാൻ ഇട്ടോ ഇട്ടില്ലെന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ആദ്യം മോനോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്ത് നോക്കണം. സാരമില്ല. മോരിന് കടുക് ഇറക്കാൻ ഞാൻ എടുത്തപ്പോഴാണ്
പിന്നെ നമ്മളെ ചീരയ്ക്ക് കടുകിട്ടോന്നൊരു സംശയം കേട്ടോ. ചീരത്തോരനും മോരുകറിയും മീൻ കറിയും. മീൻ വറക്കുന്നില്ല കേട്ടോ, കുറച്ചേ വാങ്ങിച്ചുകൊണ്ട് വന്നുള്ളൂ. എല്ലാത്തിനും വലിയ ചൂരയായിരുന്നു തോന്നുന്നു കേട്ടോ. നാളെ ഹർത്താലാണെന്നൊക്കെ പറയുന്നു. നേരാണോ എന്ത് ആണോ? പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ ഒരു സമരമൊക്കെ വരാന് എവിടെയെങ്കിൽ ഇംഗ്ലാസ് സിന്ദാബാദ് എന്ന് ഇന്ന് ഒരു ചെറിയൊരു സൗണ്ട് കേട്ടാൽ മതി എന്തൊരു സന്തോഷമാണെന്നറിയാമോ. എന്നുവെച്ചാൽ വീട്ടിൽ പാനൊക്കത്തില്ല. ദൈവമേ ട്യൂഷന് പോകണ്ടേ, ട്യൂഷന് കയറിയല്ലേ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാനൊക്കെ. എന്നാലും ഞങ്ങൾ സ്കൂള് കഴിഞ്ഞ് ട്യൂട്ടോറി സ്കൂൾ അത് ഇപ്പുറത്തെ ട്യൂഷൻ സെൻറ്റർ അതിനപ്പുറത്ത് വീട്. സാറിനെ കാണാതെ പേടിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നെന്ന് അറിയാമോ? കൊട മൂത്ത് പിടിക്കും. ട്യൂഷൻ അന്ന് കയറാത്ത ദിവസം കൊട മറച്ച് പിടിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് പതുക്കെ പമ്മി പോവായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഉണ്ടൊരു ചിരി വരും. എൻ്റെ ദൈവമേ എന്ത് മുങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ അല്ലേ. എല്ലാവരും അതൊക്കെ തന്നെ ഇല്ലേ? അതോ നിങ്ങൾ നല്ല പിള്ളേരായിരുന്നു പറയണേ. ഞാൻ മുങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ല എന്നും ആർക്കാവും ട്യൂഷന് പോകാനും. വല്ലപ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ ഇരിക്കണ്ടേ ഇല്ലേ മോനെ? അപ്പോഴത്തേ നമ്മുടെ മോര് കാച്ച് കഴിഞ്ഞു. എല്ലാം പൊടിയാണല്ലോ ഇപ്പം. നമ്മളിവിടെ തേങ്ങ അരയ്ക്കുന്നില്ല. ഞാൻ ഒത്തിരി മോരുള്ള ദിവസം തേങ്ങ അരയ്ക്കത്തില്ല കേട്ടോ. ഒത്തിരി മോരുണ്ടല്ലോ നമുക്കത്. 2 ദിവസത്തേക്കാണ് മോര്. കുറുകുറായിരിക്കുന്ന മോര്. ഇനി മീൻകറി വയ്ക്കണം. എന്തേ മോനെ മോരും വെള്ളം എടുത്തോ? ഗ്ലാസ് എന്തി ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുക അമ്മയ്ക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോരും വെള്ളം വേണം? എൻ്റെ മോരെ തിളച്ച് പോകല്ലേ, ഞാനിച്ച് വെള്ളം കുടിച്ചോട്ടെ. ഇവിടെ ഒരാളെ എല്ലാം ഇട്ടതാ. കാന്താരിയും ചെറിയ ഉള്ളിയും എല്ലാം ഇട്ടതാ കേട്ടോ. എരിവ് കൂടുതലാ, കുഴപ്പമില്ല. ഞാൻ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പുളി നല്ല മുഴുവെള്ളം. ചൂടാവട്ടെ. ഇനി മീൻ കറിയും കൂടെ ഉള്ളു. മോരുമെള്ളം കുടിച്ചട്ടെ. ഉപ്പ് നോക്കിയാൽ അറിയുമെന്ന് നോക്കട്ടെ. എന്തായാലും ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണ്, ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഉപ്പ് കുറവ്. ഉപ്പ് വേണമല്ലോ മോര്. ഉപ്പും പുളിയും വേണമല്ലോ. ചൂടായോ? നമ്മുടെ തവിക്കകത്തൊരു ആവി പറക്കും. ചൂടായെങ്കിൽ ഇല്ല, ചൂടായില്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഞാൻ മീൻ എടുത്ത് നോക്കിയപ്പോൾ ഒത്തിരി ഉണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് അവർക്ക് വറക്കാം. അപ്പോഴേ നമ്മൾ കറിയെല്ലാം അങ്ങോട്ട് അരപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ച് വെച്ചു കേട്ടോ. ഇതേ ഇത്രയുണ്ട് വറക്കാൻ. കഷ്ടമില്ലേ കൊച്ചുങ്ങൾക്ക് വറുത്ത് കൊടുത്തില്ല. അവർക്ക് ഈ കറിയെക്കാട്ടിൽ എല്ലാ പിള്ളേർക്കും നമുക്കും അതൊക്കെ തന്നെ. നമ്മളും കൊച്ചുനാളിൽ അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അമ്മമാർ റെഡ് ഗുസ്തി പിടിക്കത്തില്ലായിരുന്നു. മീൻ വറുത്തത് വേണം, എനിച്ച് വേണം എന്നും പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കത്തില്ലായിരുന്നു അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ 5-6 അങ്ങ് വറക്കാം. നമുക്ക് വഴക്കുണ്ടാക്കാതെ അവിടെ അങ്ങനെ ഇരിക്കുമല്ലോ. ചിലപ്പം മൂത്തോണം കേട്ടോ. പറഞ്ഞേക്കാം. നല്ല അടിയുണ്ട് കേട്ടോ. നമ്മുടെ മോരുകറി റെഡിയായി.
മീൻകറി റെഡിയായി. പിന്നെന്തുവാ, ചീരത്തോരൻ റെഡിയായി. ചീരത്തോരനും റെഡിയായി. പിന്നെ ഇവർ രണ്ടുപേരും അടപ്പ ഇരിക്കുന്നേ ഉള്ളല്ലോ. അപ്പം എന്തെന്ന് പറയാൻ ഒക്കത്തില്ല. അതേണ്ട അതൊക്കെ മൂക്കട്ടെ. എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കും. മീൻ കറി തിളക്കട്ടെ. നമ്മുടെ മീൻ വറുത്തത് ഒരു വശം മൂക്കട്ടെ കേട്ടോ. ഇനി ബ്രേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക് വേണ്ട പുളിമുട്ടായി. ഇനി എത്രയാ മോനെ? ഒരു കുഞ്ഞു പാക്കറ്റ് നല്ല ടേസ്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ മോൻ കടയിൽ പോയി വാങ്ങിച്ചോണ്ട് തന്നെ. മധുരമുള്ള പുളിമുട്ടായി കഴിക്കാത്തവരൊക്കെ അമ്മയ്ക്ക് ഇന്നും കൂടെ വാങ്ങിച്ചു തരണേ. എവിടുന്നായിരുന്നു? മധുരമുള്ള പുളിമുട്ടായി കേട്ടോ. സൂപ്പറാ. ഞാനെടുത്ത് ഫ്രീസറിനകത്ത് വെച്ച് ഇതിലെ കുഴമ്പം പരുവത്തിലുള്ള പുളിമുട്ടായി കേട്ടോ. ഞാൻ ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചാൽ നമ്മൾ കട്ടി കിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ സൂപ്പറാ. ചെറുതായിട്ട് പുളിയുണ്ട് കേട്ടോ. പുളിയുണ്ട്, മധുരമുണ്ട്. നമ്മുടെ കൊല കഴിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാം ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. ഇവരാരും അങ്ങനെ കഴിക്കുന്നില്ല. ഞാനത് അങ്ങ് എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇപ്പോഴൊന്നും കൊലയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഉണക്കല്ലേ, ഉള്ളതെല്ലാം ഒഴിഞ്ഞു വീഴുക. എന്തോ ചെയ്യാനാ. നമ്മുടെ സരസ് ഇവിടെ ഇല്ല കേട്ടോ. സരസ് ചേച്ചിയുടെ വീട്ടില. സരസും ഇല്ലാത്തതിന്റെ കേടെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. മോൻ പറയും അമ്മാമ്മ ഇല്ലാത്തോണ്ട് എനക്കും ഇല്ല, ആവിയില്ല. മുറ്റമൊക്കെ അങ്ങ് കരിയില കയറി കിടക്കുന്നു. ഞാൻ രാവിലെ ഒന്ന് തൂത്തതാ. എത്ര തൂത്താലും എന്തോ കരിയില. ഇന്നിനി നാളെ രാവിലെ അങ്ങനെ തൂക്കാം. ഭയങ്കര പൊടിയാ. ഇവിടെ മീനൊക്കെ വറ്റാറായി കേട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ചാൽ ചോറ് കഴിക്കാൻ സമയമായില്ല കേട്ടോ. ഇന്നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കും കേട്ടോ ഞങ്ങൾ. ഇന്നലെ നമ്മുടെ ചേര പോയതേ ഇതിൻ്റെ മണ്ടക്കട നോക്കാം. നിങ്ങൾ കണ്ടെങ്കിൽ എത്ര വലിയ സ്നേക്ക് പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ വെച്ച് നട്ട് പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ മേളിക്കിടാവാൻ പോയത് ഇതിൻ്റെ അഴിവി കിടക്കട്ടോ. ഞങ്ങൾ കണ്ടതാ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ സ്നേക്ക് പ്ലാന്റ് ഈ പച്ച വെച്ചിട്ടുണ്ട്. മഞ്ഞയുണ്ട് കേട്ടോ. മഞ്ഞയും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നത് ചേരയും പാമ്പൊന്നും വരത്തില്ലെന്ന്. ചുമ്മാതാ ഇതൊക്കെ. വെറുതെ ഇത്രയും വലിയ സ്നേക്ക് പ്ലാന്റിൻ്റെ കീഴത്തൂടൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ എന്തുവാ ചുമ്മാ അത് കൊള്ളത്തരും. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ടാണ് ഞാൻ വന്ന് ഇവിടെ കുത്തിയിരിക്കുന്നത് കേട്ടോ. ചോറും ഉണ്ട്, ചായയും കുടിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്നേക്ക് പ്ലാന്റിൻ്റെ അടുത്ത് വന്ന് ഇരുന്നത് കേട്ടോ. ഇവിടെ കാണാൻ പാത്തിരിപ്പുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. സ്നേക്ക് പ്ലാന്റിൻ്റെ അടുത്തെങ്ങാണം കള്ളന്മാർ കയറി ഇരിപ്പുണ്ടോ എന്തോ ഒന്നും അറിയത്തില്ല. നമ്മുടെ കാക്കച്ചി അവിടെ കിടന്ന് വിളിച്ചു പോയി. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി കേട്ടോ. വൈകിട്ടായാലും എല്ലാം കരിഞ്ഞുണങ്ങി കേട്ടോ. അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോഴേ നാളെ നമ്മുടെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് എന്നും നിങ്ങളുടെ അടുത്തൊക്കെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് കാണാം. ചെടിക്കൊക്കെ ഒരറ്റത്തുനിന്ന് വെള്ളം ഒഴിച്ച് വരുക.